ദൈവത്തിന് സ്തുതി. അഭിവന്ദി തിരുമേനി, ബഹുമാനപ്പെട്ട പട്ടാക്കാർ, വിശ്വാസികളുടെ സമൂഹമേ, എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന ജനം തങ്ങളെ തന്നെ താഴ്ത്തി എന്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ട് തിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കുമെന്ന് അരുളി ചെയ്ത അഖിലാണ്ടത്തിന്റെ ഉദയവനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ പ്രസംഗ വിഷയത്തിലേക്ക് കടക്കട്ടെ. പ്രിയമുള്ളവരെ, ഇന്നത്തെ എന്റെ പ്രസംഗ വിഷയം വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം, നിങ്ങൾ തെറ്റിപ്പോകാതിരിപ്പാൻ കരുതിക്കൊള്ളണം എന്നതാകുന്നു. ആ വചനഭാഗം ഇങ്ങനെയാണ്: എന്തെന്നാൽ അനേകർ എന്റെ നാമത്തിൽ വരും, ഞാനാകുന്നു മശിഹ എന്ന് പറയും, ഇവരെ വിശ്വസിക്കരുത്. ഇത് ക്രിസ്തു തന്റെ ശിഷ്യന്മാർക്ക് നൽകുന്ന ഒരു മുന്നറിയിപ്പാണ്. പ്രിയമുള്ളവരെ, അത് ശിഷ്യന്മാർക്ക് മാത്രമല്ല, നമുക്ക് ഓരോരുത്തർക്കുമായി നൽകുന്ന മുന്നറിയിപ്പുകളാണവ. ലോകാവസാനത്തെക്കുറിച്ചും യെരൂശലേമിന്റെ നാശത്തെക്കുറിച്ചും സംസാരിക്കുമ്പോഴാണ് ക്രിസ്തു ഇത് പറയുന്നത്. ഇനി ക്രിസ്തു ഇത് പറയാറുണ്ടായ വശങ്ങളെ കുറിച്ച് നമുക്ക് കാണാം. ഒന്ന്, തെറ്റായ അവകാശവാദങ്ങൾ. സമയം അടുത്തിരിക്കുമെന്ന് പറഞ്ഞ് പലരും വരും. ഇത്തരം ആളുകളെ നിങ്ങൾ വിശ്വസിക്കരുതെന്നാണ് യേശു ക്രിസ്തു പറയുന്നത്. രണ്ടാമതായി, വ്യാജ പ്രവാചകന്മാർ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിൽ കാണുന്നത് പോലെയുള്ള ആളുകളും വ്യാജ പ്രവാചകന്മാരുമാണ് നമ്മെ വഴിതെറ്റിക്കുന്നത്. മൂന്നാമതായി, ആത്മീയ വഞ്ചനയാണ്. പ്രിയമുള്ളവരെ, തെറ്റുകൾ മാത്രമല്ല, ആത്മീയ വഞ്ചനയും നമ്മെ വഴിതെറ്റിക്കും. 1 യോഹന്നാൻ 4:1 പറയുകയാണ്, പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കുകയാൽ ഏതാത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യും. പ്രിയമുള്ളവരെ, നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ തെറ്റായ കാര്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ പ്രചരിക്കപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ യേശു ക്രിസ്തുവിന്റെ മുന്നറിയിപ്പ് ഇന്നത്തെ കാലഘട്ടത്തിലും പ്രാധാന്യം അർഹിക്കുന്നവയാണ്. ഒന്നാമതായി, വിവേചനത്തിന് ഒരു ആത്മാവ് നമ്മിൽ വരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല കാര്യങ്ങൾ തെറ്റായവയിൽ നിന്ന് വേർതിരിച്ചെടുക്കുവാനുള്ള ഒരു കഴിവ് നാം വളർത്തിയെടുക്കേണ്ടത് അത്യാവശ്യമാണ്. രണ്ടാമതായി, തിരുവെഴുത്തുകളുടെ അടിസ്ഥാനം. ദൈവത്തിൽ നാം ഉറച്ചു വിശ്വസിക്കുകയും അതിന്റെ അടിസ്ഥാന കാരണങ്ങൾ നാം വിലയിരുത്തുകയും ചെയ്യണം. മൂന്നാമതായി, വിശ്വാസയോഗ്യമായ ഉറവിടം. അതായത് വിശ്വാസയോഗ്യമായ ഉറവിടങ്ങളിൽ നാം വിവരങ്ങൾ ശേഖരിക്കണം. നമ്മുടെ സഭയുടെ പിതാക്കന്മാർ നമ്മെ കാണിച്ചു പഠിപ്പിച്ചു തന്നിട്ടുള്ള മാർഗങ്ങൾ നാം വ്യതിചലിക്കരുത്. നാലാമതായി, വിനയപ്പെടണം. ക്രിസ്തു പറയുന്നത് ഒരു മുന്നറിയിപ്പ് മാത്രമല്ല, ഒരു മാർഗനിർദ്ദേശം കൂടെയാണ്. ക്രിസ്തുവിന്റെ വിളികേട്ട് ക്രിസ്തുവിന്റെ ദൗത്യത്തിനായി ലോക സാഗരത്തിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു ദൈവിക പൈതലിന് കൂരിരുട്ടിനെയും കൊടുങ്കാറ്റിനെയും തിരമാലകളെയും അഭിമുഖീകരിക്കേണ്ടി വരും. മരണത്തിന്റെ താഴ്വാരങ്ങളിലൂടെയുള്ള ആ യാത്രയിൽ അവനിൽ ഒരുത്തിയിരിക്കുന്ന അവന്റെ പ്രതികരണങ്ങളാണ് അവന്റെ ജീവോപജയങ്ങൾ നിർണയിക്കുന്നത്. ആദിമ മനുഷ്യരായ ആദമിനെയും ഹവ്വയെയും സാത്താൻ മുഖാന്തരം ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി മനുഷ്യവർഗത്തെ സാത്താൻ പാപത്തിലാഴ്ത്തിയപ്പോൾ നോഹയെയും കുടുംബത്തെയും അല്ലാതെ മറ്റാരെയും ദൈവം തന്റെ ശിക്ഷാവിധിയിൽ നിന്ന് ഒഴിവാക്കിയില്ല. നോഹയുടെ സന്തതി പരമ്പരകൾ ഭൂമിയിൽ പെറ്റു പിഴുകിയപ്പോഴും സാത്താൻ തന്റെ പ്രവൃത്തി തുടർന്നു. ദീർഘനാളത്തെ അടിമത്തം കൊണ്ടും പീഡനം കൊണ്ടും ദൈവം അവരെ ശിക്ഷിച്ചപ്പോഴും ഫലമില്ലെന്ന് കണ്ട് തന്റെ തൃത്വത്തിൽ രണ്ടാമനായ ക്രിസ്തു തന്നെ മനുഷ്യനായി അവതരിച്ചു. സാത്താൻ ആ ക്രിസ്തുവിനെയും 40 ദിവസം പരീക്ഷിച്ചു, തന്റെ ക്രൂശ് മരണത്തിന്റെ അവസാന നിമിഷം വരെയും. പ്രിയമുള്ളവരെ, 2 കൊരിന്ത്യർ 6:17 പറയുകയാണ്, അശുദ്ധമായത് ഒന്നും നിങ്ങൾ തൊടരുത്, എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും എനിക്ക് നിങ്ങൾ പുത്രന്മാരും പുത്രിമാരുമായിരിക്കും. എന്നാൽ ദൈവിക ഗുണങ്ങൾ നിലനിൽക്കേണ്ട നമ്മിൽ നിന്ന് എന്താണ് സംഭവിച്ചിരിക്കുന്നത്? പാപത്തെ പച്ചവെള്ളം പോലെ ഊറ്റി കുടിക്കുന്നത് നമ്മുടെ ശരീരത്തെ സകല അശുദ്ധിക്കും വിട്ടു കൊടുക്കുകയല്ലേ? മദ്യത്തിനും മയക്കും മരുന്നിനും സ്വന്തം ശരീരത്തെ അടിമയാക്കി പരിശുദ്ധാത്മാവിനെ നശിപ്പിക്കുന്ന എത്ര യുവത്വങ്ങൾ നമ്മൾക്കിടയിലുണ്ട്. പ്രിയമുള്ളവരെ, അതിനാൽ പാപത്തിൽ നിന്ന് ഓടിമാറി തെറ്റിപ്പോയ
പാദങ്ങളെ തിരിച്ചറിഞ്ഞ് വിശുദ്ധ സഭയുടെ കൽപ്പനകൾ പാലിച്ച് കൂദാശകൾ പ്രാപിച്ച് നല്ല പ്രവർത്തികൾ ചെയ്ത് വിശ്വാസത്തോടും സ്നേഹത്തോടും പ്രത്യാശയോടും കൂടെ പ്രാർത്ഥന നിർഭരമായ ഒരു നല്ല ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ഈ സൺഡേ സ്കൂൾ പഠന കാലഘട്ടം നമുക്ക് പ്രയോജനപ്പെടുത്താം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗ വിഷയം നിന്ന് വിരമിക്കുന്നു. നന്ദി, നമസ്കാരം. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ജയ് ക്രൈസ്റ്റ്. നമ്മുടെ ഈ മേഖലയിൽ ഉന്നതമായിട്ടുള്ള സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയ വ്യക്തികളെ അഭിനന്ദനം മനസ്സുകൊണ്ട്